നമസ്കാരം RVS Maths അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഗ്രേഡിയന്റും ഡൈവർജൻസും പിന്നെ കേളും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിൽ ഡൈവർജൻസും കേളുമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അതിനകത്ത് കുറച്ച് പ്രോബ്ലംസും നമ്മൾ ചെയ്തു. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ എഫ് തന്നിട്ടുണ്ടായിരിക്കും, വെക്ടർ തന്നിട്ടുണ്ടായിരിക്കും, സ്കേലാർ പൊട്ടൻഷ്യൽ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ പ്രോബ്ലം ആണ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഈ ഫസ്റ്റ് മോഡ്യൂളിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിട്ടില്ല. അതായത് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ എന്ത് ഫൈൻഡ് ചെയ്യാനായിട്ട് സ്കേലാർ പൊട്ടൻഷ്യൽ ഫൈൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സോളിനോയിഡൽ ഇറോട്ടേഷനിൽ പറഞ്ഞു, അതിന്റെ പ്രോബ്ലം ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലം അതിപ്പം തന്നെ സ്കേലാർ പൊട്ടൻഷ്യൽ ഫൈൻഡ് ചെയ്യുക എന്നുള്ള പ്രോബ്ലമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന. വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പഠിച്ചു വെച്ചിരിക്കുന്നത്? ഡൈവർജൻസും കേളും. പിന്നെ അതിനെ റിലേറ്റ് ചെയ്ത് കുറേ ഫോമിൽ നമ്മൾ പഠിച്ചു. പക്ഷേ ആ ഫോമിലേക്ക് എല്ലാത്തിനും എനിക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഡൈവർജൻസും കേളും നമ്മൾ പ്രോബ്ലം ചെയ്തു അല്ലേ. ഡൈവർജൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു വെക്റ്റർ ഫംഗ്ഷനാണ് ഈ ഡൈവർജൻസും കേളും ഫൈൻഡ് ചെയ്യുന്നത്. ഡൈവർജൻസ് ഓഫ് വെക്റ്റർ എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് എഫ് ആണ്. കേൾ ഓഫ് വെക്റ്റർ എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എഫ് ആണ്. ഓക്കെ, അതിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രോബ്ലം ചെയ്തു. പിന്നെ കേൾ എഫ് എന്നും ഡൈ കേൾ എഫ് എന്നൊക്കെയുള്ള പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയായിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിനകത്ത് നമ്മൾ വേറെ കുറേ കാര്യങ്ങളൂടെ ഞാൻ പറഞ്ഞല്ലോ. സോളിനോയിഡൽ എന്ന് പറഞ്ഞാൽ എന്താ? സോളിനോയിഡൽ വെക്ടർ എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് എഫ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എഫിനെയാണ് സോളിനോയിഡൽ എന്ന് പറയുന്നത്. അതുപോലെ ഇറൊട്ടേഷണൽ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ അവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഇറൊട്ടേഷണൽ എന്ന് മാത്രമല്ല, വേറെയും രണ്ട് പേരും കൂടെ ഞാൻ പറഞ്ഞല്ലോ. കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണെന്ന് പറയുകയോ, കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് എന്ന് ഇനി നമ്മൾ പിന്നെ കുറച്ച് വീട് കഴിയുമ്പോൾ പഠിക്കും. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ വേറൊരു കാര്യം, മെയിനായിട്ടൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ ഇഫ് എഫ് ഇസ് എ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ദെൻ വെക്റ്റർ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ 5 എന്ന് പറഞ്ഞു. അതും എൻ്റെ കുഞ്ഞുങ്ങൾ മറന്നു പോരുത്. വെക്റ്റർ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ 5, ഇതിൽ 5നെ പറയുന്നത് സ്കെയിലാർ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് എനിക്ക് മെയിൻ പ്രോബ്ലം ഇവിടെയാണ് വരുന്നത്. എഫ് തന്നതിന് ശേഷം 5 ഫൈൻഡ് ചെയ്യാൻ പറയും. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇതുപോലെ 5 തന്നിട്ട് എഫ് ഫൈൻഡ് ചെയ്യാൻ പറയുന്നതും എഫ് തന്നിട്ട് 5 ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബ്ലം ഉണ്ട്. ഇതിൽ എഫ് തന്നിട്ട് 5 ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ഉറപ്പായിട്ടും 1-2 ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഒന്നീ ഇറൊട്ടേഷണൽ ആണെങ്കിൽ 5 ഫൈൻഡ് ചെയ്യുക, കൺസർവേറ്റീവ് ആണെങ്കിൽ 5 ഫൈൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ഒരു ക്വസ്റ്റ്യനെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ ടോപ്പിക്കിനകത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഈ പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രൂവ് ദാറ്റ് വെക്റ്റർ എഫ് ഇസ് ഈക്വൽ ടു 3y⁴ z² പ്ലസ് 4x³ y² j minus 3x² y² k is solenoidal. ഓക്കെ, വെക്റ്റർ എഫ് സോളിനോയിഡൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? സോളിനോയിഡൽ എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു പ്രൂവ് ഡെൽ ഡോട്ട് എഫ് ഇസ് ഈക്വൽ ടു 0. അപ്പം എന്താ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? To prove that vector f is solenoidal, we have to show that del dot f is equal to 0. Vector f solenoidal എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് del dot f is equal to 0 എന്ന് കാണിച്ചാൽ മതി. എന്താ കുഞ്ഞുങ്ങളെ del dot f എന്ന് പറഞ്ഞാൽ del dot vector f is equal to dou by dou x of I ൻ്റെ coefficient, that is 3y⁴ z² plus dou by dou y of j യുടെ coefficient, that is 4x³ y² plus dou by dou z of k യുടെ coefficient, that is minus 3x² y². ഓക്കെ, അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഡോ ബൈ ഡോ വൈ ഫൈൻഡ് ചെയ്യുമ്പോഴേ ഒയിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. എക്സ് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 4x³ കോൺസ്റ്റൻറ്റ്, y² ഡെറിവേറ്റീവ് 2y. അപ്പോൾ 2y × 4x³ എന്ന് പറഞ്ഞാൽ എന്താവും? 8x³ y എന്നാവും. അടുത്തത് ഡോ ബൈ ഡോ z ഓഫ് minus 3x² y² എന്നാണ് വന്നിരിക്കുന്നത്. -3 ഞാൻ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വരുത്തിയായിരുന്നേ. 3x² z² എന്നായിരുന്നു കേട്ടോ. അല്ല, 3x² ഇവിടെ ഇത് z² എന്നായിരുന്നു. ഏറ്റവും അവസാനത്തത് ഇത് y² തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് z² എന്നായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ മിസ്റ്റേക്ക് വന്നത്. അപ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴേക്കും എൻ്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഡോ ബൈ ഡോ വൈ ചെയ്യുമ്പോൾ ഇതിനകത്ത് വൈയുടെ ടേമില്ല, അപ്പോൾ അതും 0 ആയി പോവാണ്. ഡോ ബൈ ഡോ ഇസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇസഡിൻ്റെ ടേമില്ല, സോ അത് 0. സോ ഡെൽ ഡോട്ട് എഫ് ഇസ് ഈക്വൽ ടു 0. ദെയർഫോർ വെക്റ്റർ എഫ് ഈസ് സോളിനോയിഡൽ. വെക്റ്റർ എഫ് എന്താണെന്ന് കിട്ടി? സോളിനോയിഡലാണെന്ന് കിട്ടി. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് 3 മാർക്കിന് ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വെക്റ്റർ എഫ് സോളിനോയിഡലാണെന്ന് തന്നിട്ടുണ്ട്. പക്ഷേ ഈ വെക്റ്റർ എഫിനകത്ത് ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ടായിരിക്കും. ആ കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ അത് ഇതിനകത്തുനിന്ന് 3 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് കിട്ടിയിട്ടില്ല. ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാവോ? ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വരുത്തി. ഇവിടെ y എന്നാണ് ഞാൻ എഴുതിയിരുന്നത്, പക്ഷേ y ആയിരുന്നില്ല, അത് z ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ നേരത്തെ വാല്യൂ വന്നത്.
പിന്നെ എനിക്ക് മനസ്സിലായത് എന്തായാലും 0 വരണ്ടേ സോളിനോയിഡിലാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ക്വസ്റ്റ്യൻ നോക്കിയപ്പോഴാണ് ദിസിലാണെന്ന് മനസ്സിലായത്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് ഒന്ന് റെക്ടിഫൈ ചെയ്തോളാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളേ. ഡിറ്റർമൈൻ A so that vector F is solenoidal, vector F is solenoidal and vector F is equal to x plus 3yi plus y minus 2zj plus x plus azk. Okay, determine A so that vector F is solenoidal and vector F is equal to x plus 3yi plus y minus 2zj plus x plus azk. നോക്കിക്കൊണ്ടേ കുഞ്ഞുങ്ങളെ, നമുക്ക് എന്താ വേണ്ടത്? വെക്ടർ എഫ് സോളിനോയിഡലാണെന്ന് പ്രൂവ് ചെയ്യണം. സോളിനോയിഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിനോയിഡലാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഡിറ്റർമൈൻ എ, ഇതിനകത്ത് ഈ എ കണ്ടുപിടിക്കണം. വെക്ടർ എഫ് എന്താണെന്ന് തന്നിട്ടുണ്ട്, സോളിനോയിഡലാണെന്ന് ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട്. അപ്പം ഗിവൺ വെക്ടർ എഫ് ഈസ് സോളിനോയിഡൽ, വെക്ടർ എഫ് എന്തും തന്നിട്ടുണ്ട്, സോളിനോയിഡലാണെന്ന് തന്നിട്ടുണ്ട്. That means we know that del dot f is equal to 0. That is del dot f is equal to 0 ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ del dot f എന്താ കുഞ്ഞുങ്ങളെ? del dot f എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐൻ്റെ കോയിഫിഷ്യൻ, ദറ്റ് ഈസ് എക്സ് പ്ലസ് 3y പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജെയുടെ കോയിഫിഷ്യൻ, ദറ്റ് ഈസ് y മൈനസ് 2z പ്ലസ് ഡോ ബൈ ഡോ z ഓഫ് കെയുടെ കോയിഫിഷ്യൻ, ദറ്റ് ഈസ് എക്സ് പ്ലസ് az ഇസ് ഈക്വൽ ടു 0. ഡെൽ ഡോട്ട് എഫിൻ്റെ സ്ഥാനത്താണ് ഞാനിത് എഴുതിയത്. ഇനി ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് എക്സ് പ്ലസ് എ ഇസെഡ് എന്ന് പറഞ്ഞാൽ എ ആണ്, ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 1 + 1 എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? 2 ആയില്ലേ. അപ്പോൾ എ ഇസ് ഈക്വൽ ടു -2 എന്ന് കിട്ടി. എൻ്റെ അടുത്ത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ എന്നല്ലേ ചോദിച്ചു, ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് എ. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്ന്, എ നമുക്ക് എഫ് തന്നിട്ട് അത് സോളിനോയിഡൽ ആണോ എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഡെൽ ഡോട്ട് എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എഫ് സോളിനോയിഡൽ ആണ്, അങ്ങനെയാണെങ്കിൽ എഫിനകത്തൊരു കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ചെയ്യുക. അപ്പോഴും ഡെൽ ഡോട്ട് എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതിയിട്ട് ആ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഈക്വൽ ടു 0 അതിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒരു 3 എന്തോ ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എക്സാം ചോദിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ഇതല്ല, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കോളേ. പ്രൂവ് ദാറ്റ് വെക്ടർ എഫ് ഈസ് ഇറോട്ടേഷണൽ, ഫൈൻഡ് ഇറ്റ് സ്കേലാർ പൊട്ടൻഷ്യൽ വെയർ വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു y² cos x plus z³ i plus 2y sin x minus 4k plus 3x z²k. ഓക്കെ, നമുക്ക് എന്താ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? വെക്ടർ എഫ് ഇറോട്ടേഷനിലാണെന്ന് പ്രൂവ് ചെയ്യണം. ഇറോട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കാണിക്കേണ്ടത്? ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു 0. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഇറ്റ് സ്കേലാർ പൊട്ടൻഷ്യൽ, അതായത് എഫ് തന്നിട്ടുണ്ട്, നമ്മൾ ഫൈൻഡ് ചെയ്യണം. അങ്ങനെ 2 ക്വസ്റ്റ്യനാണ് ഇതിനകത്തുള്ളത്. നമുക്കത് ആദ്യത്തെ പാർട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം എടുത്ത് നോക്കിയാൽ മതിയല്ലോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ഉണ്ടാവും. സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതേ ടൈപ്പ്, അതായത് എഫ് ഇറോട്ടേഷനിലാണ് എങ്കിൽ സ്കേലാർ പൊട്ടൻഷ്യൽ ഫൈൻഡ് ചെയ്യുക. ഇറോട്ടേഷൻ അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ വേർഡ് വരാം? കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണെങ്കിലും ഫൈൻഡ് സ്കേലാർ പൊട്ടൻഷ്യൽ. ഇങ്ങനത്തെ രീതിയിലെ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഈ പ്രോബ്ലം ഒരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ചെയ്യാം. ഇതുപോലത്തെ കൺസർവേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് മൊത്തം ചെയ്യുന്നത് ഫൈൻഡ് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോവാണ്? വെക്ടർ എഫ് ഇറോട്ടേഷൻ എന്ന് കാണിക്കാൻ പോവാണ്. ഇറോട്ടേഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് ടു പ്രൂവ് ദാറ്റ് ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു 0 നമ്മൾ ആദ്യം ഡെൽ ക്രോസ് എഫ് എഴുതുവാണേ. ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ. ഡെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കോയിഫിഷ്യൻറ്റ് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസെഡ്, ഐയുടെയും ജെയുടെയും കെയുടെയും കോയിഫിഷ്യൻറ്റ്. അടുത്ത എഫിൽ ഐൻ്റെ കോയിഫിഷ്യൻറ്റ് എന്തായിരുന്നു നോക്കിക്കേ? y² cos x plus z³. ജെയുടെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 2y sin x minus 4 ആൻഡ് കെയുടെ കോയിഫിഷ്യൻറ്റ് 3x z². നമുക്കത് സോൾവ് ചെയ്യാം. 0 കിട്ടണുണ്ടോ നോക്കാം. സോ ഐ ഇൻറ്റു ആ റോയും കോളവും പോയിട്ട് ഡോ ബൈ ഡോ വൈ ഓഫ് 3x z² മൈനസ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് 2y sin x minus 4. ഓക്കെ, അടുത്ത മൈനസ് ജെ ഇൻറ്റു അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളവും പോയി കഴിയുമ്പോഴേക്കും ഡോ ബൈ ഡോ എക്സ് ഓഫ് 3x z² മൈനസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് y² cos x plus z³. ഓക്കെ, പ്ലസ് കെ ഇൻറ്റു ആ കെ വരുന്ന റോയും കോളും പോയി കഴിഞ്ഞാൽ ബാക്കി ഡോ ബൈ ഡോ എക്സ് ഓഫ് 2y sin x minus 4 ഇൻറ്റു നോക്കിക്കേ ഇവ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഓഫ് ഡോ ബൈ ഡോ വൈ ഓഫ്
y square cos x plus z cube. ഓക്കെ, നമുക്ക് ഇനി സിംപ്ലിഫൈ ചെയ്യാം. ഇത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഇത് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൻ്റെ കുഞ്ഞുങ്ങൾ നോക്ക് ഡോ ബൈ ഡോ വൈ ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്രാക്കറ്റിനകത്ത് വൈയുടെ ടേം ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് 0. അടുത്ത് ഡോ ബൈ ഡോ ഇസെറ്റ് ഓഫ് എന്ന ഈ ഫംഗ്ഷനകത്ത് നമുക്ക് ഇസെറ്റിൻ്റെ ടേം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0. സോ ഐ ഇൻറ്റു 0 മൈനസ് ജെ ഇൻറ്റു നോക്കിക്കോളേ ഡോ ബൈ ഡോ എക്സ് ഓഫ് 3x(z²). ഇവിടെ എക്സ് ഉണ്ട്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ ബാക്കിയുള്ള കോൺസ്റ്റൻ്റ് അതുപോലെ 3z² എന്ന് എഴുതി. മൈനസ് ഓഫ് ഡോ ബൈ ഡോ ഇസെറ്റ് ഓഫ് വൈ സ്ക്വയർ കോസ് എക്സിൽ ഇസെറ്റിൻ്റെ ടേം ഇല്ല, സോ അത് 0. പ്ലസ് ഇസെറ്റ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3z². ഓക്കെ, പ്ലസ് കെ ഇൻറ്റു നോക്കിക്കോളേ ഡോ ബൈ ഡോ എക്സ് ഓഫ് 2y സൈൻ എക്സ്. 2y അവിടെ കോൺസ്റ്റൻ്റ് ആണ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. -4 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആണ്. മൈനസ് ഓഫ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2y. അതിൻ്റെ കൂടെയുള്ള കോസ് എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് എഴുതി. അടുത്ത് ഇസെറ്റ് ക്യൂബിനകത്ത് വൈയുടെ ടേം ഇല്ല, അത് കോൺസ്റ്റൻ്റ് ആയിരുന്നു, അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിപ്പോയി? 0 ആയിപ്പോയി. ഇനി 3z² -3z² കൂടെ അതെന്തായി പോവാണ്? 0 ആയി വരികയല്ലേ. 2y cos x -2y cos x കൂടെ അതും 0 ആവുകയാണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് 0 എന്ന് കിട്ടി. ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ therefore വെക്റ്റർ എഫ് ഈസ് ഇറൊട്ടേഷണൽ. വെക്റ്റർ എഫ് എന്തെന്ന് കിട്ടി? ഇറൊട്ടേഷണൽ ആണ് കിട്ടി. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ചെയ്തു. ഇപ്പോൾ ഇത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 മാർക്ക് നമുക്ക് കിട്ടി. ഇനി നമുക്ക് 7 മാർക്ക് ബാക്കിയുണ്ട്. 7 മാർക്ക് എന്ന് പറയുന്നത് എന്ത് ഫൈൻഡ് ചെയ്യാനാണ്? നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് സ്കേലാർ പൊട്ടൻഷ്യൽ 5. നമുക്കിനി ഫൈൻഡ് ചെയ്യാനുള്ളത് സ്കേലാർ പൊട്ടൻഷ്യലാണ്. സ്കേലാർ പൊട്ടൻഷ്യലിന് നമ്മൾ എന്തെന്നാണ് പറയുന്നത്? 5 എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഓർത്തോളണേ കുഞ്ഞുങ്ങളെ, നമ്മുടെ കയ്യിൽ എഫ് തന്നിട്ട് 5 ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ അതിൽ എഫ് എന്ന് പറഞ്ഞാൽ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണെങ്കിൽ എഫ് എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ, ദാറ്റ് മീൻസ് എഫ് ഈസ് കൺസർവേറ്റീവ്. അപ്പോൾ എഫ് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണ്. എഫ് തന്നിട്ട് നമ്മുടെ അടുത്ത് 5 ഫൈൻഡ് ചെയ്യാൻ പറയുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്നുള്ള ഫോമിൽ എഴുതുക. എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് y square cos x plus z cube into I plus 2y sin x minus 4 into k plus 3x z² into j അടുത്താണ് k is equal to del phi. Del phi എന്ന് പറഞ്ഞാൽ I into dou phi by dou x plus j into dou phi by dou y plus k into dou phi by dou z. ഓക്കെ, രണ്ടും വെക്ടറാണ് രണ്ട് സൈഡിലുള്ള. രണ്ടിടത്ത് ഐയുടെ കൊയിഫിഷ്യൻ്റ് ഉണ്ട്, ജെയുടെ കൊയിഫിഷ്യൻ്റ് ഉണ്ട്, കെയുടെ കൊയിഫിഷ്യൻ്റ്. അപ്പോൾ ഇക്വേറ്റിംഗ് കോയിഫിഷ്യൻ്റ് ഓഫ് ലൈക്ക് ടേംസ്, ഒന്നുപോലത്തെ ടേമിൻ്റെ കോയിഫിഷ്യൻസ് ഞാൻ ഇക്വേറ്റ് ചെയ്യാണ്. അതായത് കോയിഫിഷ്യൻ്റ് ഓഫ് ഐ എന്തുവാ കുഞ്ഞുങ്ങൾ? ഇക്വേറ്റിംഗ് കോയിഫിഷ്യൻ്റ് ഓഫ് ഐയുടെ കോയിഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉള്ളത്? ഡോ ഫൈ ബൈ ഡോ എക്സ്. അപ്പോൾ അത് ഞാൻ ആദ്യം എഴുതുവാണ്. ഡോ ഫൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ ഐയുടെ കോയിഫിഷ്യൻ്റ് എന്തുവാണ്? വൈ സ്ക്വയർ കോസ് എക്സ് പ്ലസ് ഇസെഡ് ക്യൂബ്. അടുത്ത കോയിഫിഷ്യൻ്റ് ഓഫ് ജെ ഇക്വേറ്റ് ചെയ്യുവാണെങ്കിലോ? കോയിഫിഷ്യൻ്റ് ഓഫ് ജെ ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ജെയുടെ കോയിഫിഷ്യൻ്റ് ഡോ ഫൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 2y സൈൻ എക്സ് മൈനസ് 4. ഇനി കോയിഫിഷ്യൻ്റ് ഓഫ് കെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ വന്നിരിക്കുന്നത്? ഇവിടെ ഡോ ഫൈ ബൈ ഡോ ഇസെഡ് ഇസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ ഇസെഡ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്താ ഉള്ളത്? 3x(z²). ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് 5 കണ്ടുപിടിക്കണം. എൻ്റെ ഡോ ഫൈ ബൈ ഡോ എക്സും ഡോ ഫൈ ബൈ ഡോ വൈയും ഡോ ഫൈ ബൈ ഡോ ഇസെഡ് ഉണ്ട്. ഇതിനകത്തുനിന്ന് എങ്ങനെ 5 ഫൈൻഡ് ചെയ്യും? ഡോ ഫൈ ബൈ ഡോ എക്സിന് വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തേക്കല്ലേ 5നെ. തിരിച്ച് 5 ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന് വിത്ത് റെസ്പെക്ട് ടു എക്സിന് എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതേപോലെ ഡോ ഫൈ ബൈ ഡോ വൈയിൽ നിന്ന് 5 ഫൈൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇയാളെ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഡോ ഫൈ ബൈ ഡോ ഇസെഡിൽ നിന്ന് ഇസെഡ് ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇയാളെ വിത്ത് റെസ്പെക്ട് ടു ഇസെഡിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എഫ് തന്നിട്ട് 5 ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എഫ് ഇക്വൽ ടു ഡെൽ ഫൈ എന്ന് എഴുതും. വെക്ടറിൻ്റെ രണ്ട് സൈഡിൽ എഴുതിയിട്ട് കോയിഫിഷ്യൻ്റ് ഓഫ് ലൈക്ക് ടേംസ്, അതായത് ഐയുടെയും ജെയുടെയും കെയുടെയും കോയിഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്ത് എഴുതും. അടുത്ത് ഇക്വേറ്റ് ചെയ്ത് എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പാണ് എന്ത്? ഡോ ഫൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ കോസ് എക്സ് പ്ലസ് ഇസെഡ് ക്യൂബ് ആയിരുന്നില്ലേ? ഫസ്റ്റ് ഇക്വേഷൻ അതായത് നമ്മുടെ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ കോസ് എക്സ് പ്ലസ് ഇസെഡ് ക്യൂബ് അല്ലേ? അപ്പോൾ അതിനെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. രണ്ടാമത്തെ ഇക്വേഷൻ എല്ലാം ഒന്ന് എടുത്ത് എഴുതിയിട്ട് എഴുതാം അല്ലേ? അല്ലെങ്കിൽ ഡോ ഫൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് 2y സൈൻ എക്സ് മൈനസ് 4 ആൻഡ് ഡോ ഫൈ ബൈ ഡോ ഇസെഡ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് 3x(z²). ഓക്കെ, നോക്കിക്കോളേ. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഞാൻ ആദ്യത്തെ ആളെ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അപ്പോഴേക്ക് ആ ഡോ ബൈ ഡോ എക്സ് അങ്ങ് പോകും. വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡോ ഫൈ ബൈ ഡോ എക്സ് എന്നുള്ളത് 5 ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വൈ സ്ക്വയർ കോസ് എക്സ് പ്ലസ് ഇസെഡ് ക്യൂബ് ആവും.
into dx with respect to x integrate ചെയ്യണം. With respect to x integrate ചെയ്യുമ്പോൾ y z ഒക്കെ ഇവിടുത്തെ കോൺസ്റ്റന്റ് ആണ്. സോ നോക്കിയേ y സ്ക്വയർ ഇവിടുത്തെ കോൺസ്റ്റന്റ്, കോസിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ sin x ആണ്, പ്ലസ് കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ എപ്പോഴും എക്സ് അല്ലേ. അപ്പോൾ ഇന്റഗ്രൽ ഇസെഡ് ക്യൂബ് എന്ന് പറയുന്നത് ഇസെഡ് ക്യൂബ് കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അത് എക്സ് ഇസെഡ് ക്യൂബ് എന്നാവും, പ്ലസ് കോൺസ്റ്റന്റ് സി. ഈ സി എന്നുള്ളതിന് വരെ ശരിക്കും ഇവിടെ എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എക്സ് വൈയോ ആയത് കാരണം ടെസ്റ്റിൽ ഫൈ ഓഫ് എക്സ് കോമ വൈ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്കപ്പോൾ അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, കോൺസ്റ്റന്റ് സി എന്നുള്ള ഫോമിൽ എഴുതിയാലും മതി, കാരണം ആ കോൺസ്റ്റന്റ് എല്ലാം കൂടി ചേർത്ത് ഞാൻ ഏറ്റവും അവസാനം സി എന്ന് എഴുതാറാണ് പതിവ്. ഓക്കെ, അപ്പം ഈ ഫൈ ഓഫ് എക്സ് കോമ വൈ എന്നുള്ളതിന് പകരം ഞാൻ ഇതിനെ എന്തെന്ന് എഴുതിയാലും മതി, പ്ലസ് സി എന്ന് എഴുതിയിരുന്നാലും മതി, എനിക്ക് ആ സി എന്ന് എഴുതാനാണ് ഇഷ്ടം. അടുത്ത ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എക്സ് വൈയും കോൺസ്റ്റന്റ് ആണ്, വൈനെ മാത്രം എക്സ് ഇസറ്റും കോൺസ്റ്റന്റ് ആണ്, വൈനെ മാത്രം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യത്തുള്ളേ. അപ്പം ഇൻ്റഗ്രൽ ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ 5 ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2y sin x മൈനസ് 4 ഇൻറ്റു ഡി വൈ എന്ന് വരും. നോക്കിക്കോളേ, 2 ഇൻറ്റു വൈൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ y സ്ക്വയർ ബൈ 2 sin x മൈനസ് 4y പ്ലസ് ഫൈ ഓഫ് വൈ കോമ ഇസഡ് എന്ന് എഴുതുന്നതിന് പകരം പ്ലസ് സി ഇട്ടോട്ടെ, എന്തായാലും ആ കോൺസ്റ്റന്റ് എനിക്ക് അവസാനം സി എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അടുത്ത ഇയാളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ്, വിത്ത് റെസ്പെക്ട് ടു ഇസഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇസഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വൈയും ആണ് കോൺസ്റ്റന്റ്. സോ ഡോ ഫൈ ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞാൽ 5 ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 3x ഇസഡ് സ്ക്വയർ ഡി ഇസഡ് എന്ന് വരികയാണ്. That is equal to 3x into z square and integral z cube by 3 plus constant. So 3 and cancel. Therefore the scalar potential 5 is equal to, ഇതിനകത്ത് നിന്ന് 5 എടുത്ത് എഴുതിയാൽ പോരെ. അപ്പം നോക്കിയാൽ 3 5 കിടപ്പുണ്ട്, അതിൽ ഏതാ എടുത്ത് എഴുതേണ്ടേ എഴുതുമ്പോൾ ശ്രദ്ധിച്ചോളാം. ആദ്യം നമുക്ക് ഈ 5 എടുത്ത് എഴുതാം. ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞ് കിട്ടിയില്ലേ ഈ 5, അതെന്തായിരുന്നു y സ്ക്വയർ സൈൻ എക്സ് പ്ലസ് എക്സ് ഇസെഡ് ക്യൂബ്. ഇനി എൻ്റെ കുഞ്ഞുങ്ങൾ നോക്കേണ്ടേ, ഈ വന്ന 2 ടേം പിന്നെ എപ്പോഴെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതത്തില്ല, ഒരു ടേം ഒരു പ്രാവശ്യമേ നമ്മൾ എഴുതത്തുള്ളൂ. അപ്പോൾ y സ്ക്വയർ സൈൻ എക്സ് ആണ് അടുത്ത് ഇവിടെ കിടക്കുന്നത്, അതുകൊണ്ട് നമുക്കത് വേണ്ട. പക്ഷെ മൈനസ് 4y ഓൾറെഡി ഇവിടെ വന്നിട്ടില്ല, സോ അതുകൊണ്ട് മൈനസ് 4y നമ്മൾ എടുത്തു. അടുത്ത ടേമിൽ നോക്കുമ്പോൾ എക്സ് ഇസെഡ് ക്യൂബ് അത് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതും വേണ്ട, കാരണം എക്സ് ഇസെഡ് ക്യൂബ് ഓൾറെഡി ഇത് ഇവിടെ കിടപ്പുണ്ട്, പ്ലസ് കോൺസ്റ്റന്റ് സി. ആൻസർ കംപ്ലീറ്റ് ആയി. ചില സമയത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം എന്തോ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിൽ ചോദിച്ചൊരു ഓർമ്മ വന്നിട്ടുണ്ട്, ഇപ്പോഴാണ് ഓർമ്മ വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ -5 ആണ് ആൻസർ. അത് ഈ കിട്ടിയ ആൻസറിനകത്ത് ഒരു നെഗറ്റീവ് സൈൻ കൂടെ ഇട്ടാൽ മതി. y സ്ക്വയർ സൈൻ എക്സ് പ്ലസ് എക്സ് ഇസെഡ് ക്യൂബ് മൈനസ് 4y പ്ലസ് സി എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് സൈൻ കൂടി ഇടണം. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ടൊരു കാര്യം പഠിച്ചത് എന്തുവാണ്, അതേ ഇറൊട്ടേഷൻ എന്നായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ. ഇറൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതും. അതിൻ്റെ കൂടെ അവരെന്ത് പറഞ്ഞു, ഓൾസോ ഫൈൻ സ്കെയിലാർ പൊട്ടൻഷ്യൽ. അപ്പോൾ 5 ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റ്യനിൽ എഫ് തന്നിരുന്നാൽ നമ്മൾ ആദ്യം എഫ് ഇസ് ഈക്വൽ ടു ഡെൽ 5 എന്ന് എഴുതണം, വെക്റ്റർ എഫ് ഒരു സൈഡിൽ എഴുതണം, ഡെൽ 5 മറ്റേ സൈഡിൽ എഴുതണം, ലൈക്ക് ടേംസ് ഐയുടെയും ജെയുടെയും കെയുടെയും കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്, ഡോ 5 ബൈ ഡോ എക്സ് എന്നുള്ളതിൽ നിന്ന് 5 ഫൈൻഡ് ചെയ്യാനായിട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ഡോ 5 ബൈ ഡോ വൈയിൽ നിന്ന് 5 ഫൈൻഡ് ചെയ്യാനായിട്ട് വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ഡോ 5 ബൈ ഡോ ഇസഡിൽ നിന്ന് ഇസഡ് ഫൈൻഡ് ചെയ്യാനായിട്ട് വിത്ത് റെസ്പെക്ട് ടു ഇസഡിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ 5 എടുത്ത് എഴുതുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരിക്കൽ വന്ന ടേം വീണ്ടും വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നോക്കി കുഞ്ഞുങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ determine vector f is equal to 4yi plus 4xj is conservative vector field. If so, find potential function and potential energy. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ പൊട്ടൻഷ്യൽ എനർജി, ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിന് എടുത്ത് എഴുതിയ ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ അതുകൊണ്ടാണ് പൊട്ടൻഷ്യൽ എനർജി അവിടെ വന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്, 5 ഫൈൻഡ് ചെയ്യണം. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ -5. ആദ്യം നമുക്കത് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണെന്ന് കാണിക്കണം. ഡിറ്റർമൈൻ വെക്ടർ എഫ് ഈസ് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ റൊട്ടേഷൻ എന്ന് ചോദിച്ചാലും കൺസർവേറ്റീവ് എന്ന് ചോദിച്ചാലും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു 0. നിങ്ങളുടെ ടെസ്റ്റിൽ ചിലപ്പോൾ ഈ ഐയുടെയും ജെയുടെയും കോയിഫിഷ്യൻറ്റിനെ പി എന്നും ക്യൂ എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യും, ഇതിൻ്റെയും ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യും, എന്നിട്ട് അത് ഇക്വേറ്റ് ചെയ്തിട്ട് അങ്ങനെ കൺസർവേറ്റീവ് ആണോ എന്ന് നിങ്ങൾക്ക് ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ വൈ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് കൺസർവേറ്റീവ് ആണെന്ന് പറയും. അതും ഇതും സെയിം തന്നെയാണ്. ഇപ്പം എന്തായാലും നമുക്ക് ഇറൊട്ടേഷണൽ ഡെൽ ക്രോസ് എഫ് പഠിക്കണം, അതുകൊണ്ടാണ് ഞാൻ വേറൊരു ഫോമുലയും കൂടെ എക്സ്ട്രാ പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ കേസ് പറയാണ്ട് എല്ലാം ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ കോളേജിലോ ആ രീതിയിലായിരിക്കും ചിലപ്പോൾ
ചിലപ്പം കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ആണോ എങ്കിൽ പഠിപ്പിച്ചേക്കുന്നത്. അങ്ങനെ എഴുതണം നിർബന്ധമില്ല. ഇതുപോലെ ഡെൽ ക്രോസ് എഫ് ചെയ്താലും മതി. രണ്ട് രീതി ചെയ്താലും ആൻസർ കറക്റ്റ് തന്നെയാണ്. ഓക്കെ, പറഞ്ഞോട്ടെ. അപ്പോൾ ആദ്യം നമുക്ക് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് കാണിക്കണം അല്ലേ. അപ്പോൾ ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസെറ്റ്. അടുത്ത എന്താ എഫിൻ്റെ ഐയുടെ കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ 4y ആണ്. ജെയുടെ കോയിഫിഷ്യൻ 4x ആണ്. അവിടെ കെക്ക് കോയിഫിഷ്യൻ്റ് ഇല്ല, അതുകൊണ്ട് 0. ദിസ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു നോക്കിയ കുഞ്ഞുങ്ങളെ ഡോ ബൈ ഡോ വൈ ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്താ വരുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് 4x. ഇത് ഡോ ബൈ ഡോ ഇസെഡ് ആയിരുന്നു, ഞാൻ എഴുതിയതിൻ്റെ മിസ്റ്റേക്കാണ്. ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് 4x. അതാണ് ഞാനിങ്ങനെ കുറച്ച് നേരം എഴുതിയിട്ട് ആലോചിക്കുന്നത് ഇത് ഇവിടെ നിന്ന് വന്ന് അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 വരത്തില്ല, ഇതൊരിക്കലും കൺസർവേറ്റീവ് ആവത്തില്ലല്ലോ. പക്ഷേ ഇത് ഞാൻ കറക്റ്റ് ചെയ്ത ക്വസ്റ്റ്യനുമാണ്, ഇത് എവിടെയോ മിസ്റ്റേക്ക് ആണല്ലോ. പിന്നെ നോക്കിയപ്പോഴാണ് ഡോ എക്സ് ഡോ വൈ ഇത് ഡോ ഇസെഡ് ആയിരുന്നു, അപ്പോൾ അതാണ് എനിക്കിവിടെ മിസ്റ്റേക്ക് വന്നത്. മൈനസ് ജെ ഇൻറ്റു ജെ വരുന്ന റോയും കോളം സ്കിപ്പ് ചെയ്തിട്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ് 0 ആണ്. മൈനസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് 4y. ഓക്കെ, പ്ലസ് കെ ഇൻറ്റു ഓക്കെ ഡോ ബൈ ഡോ എക്സ് ഓഫ് 4x ഡോ ബൈ ഡോ എക്സ് ഓഫ് 4x മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് 4y. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് 4x എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ അപ്പോൾ ഇത് 0i എന്നായി. മൈനസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് 4y ഇസെഡിൻ്റെ ടേം ഇല്ലാത്തതുകൊണ്ട് അതും 0, സോ അത് 0j എന്നായി. ഇനി നോക്കി ഡോ ബൈ ഡോ എക്സ് ഓഫ് 4x 4 ആണ്. ഡോ ബൈ ഡോ വൈ ഓഫ് 4y എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 മൈനസ് 4 0, അപ്പോൾ അതും 0k വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു 0. Therefore വെക്ടർ എഫ് ഈസ് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്നായി. ഇഫ് വെക്ടർ എഫ് ഈസ് എ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് then we can write എന്താണ് വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ. നമുക്കിനി സ്കെയിലർ പൊട്ടൻഷ്യലാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് ചുമ്മാ എഴുതാൻ പറ്റത്തില്ല. എഫ് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണെങ്കിൽ മാത്രമേ എഫ് ഈക്വൽ ടു ഡെൽ ഫൈ, അതായത് എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇറോട്ടേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ധൈര്യമായിട്ട് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് എഴുതിയത്. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് എഴുതി. എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എഫ് എന്തായിരുന്നു 4yi പ്ലസ് 4xj ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ഇസെഡ്. ഓക്കെ, നമുക്ക് ബാക്കി ഇവിടെ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് കോയിഫിഷ്യൻ്റ് ഓഫ് ലൈക്ക് ടേംസ്, ഒന്നുപോലത്തെ ടേമിൻ്റെ കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഐയുടെ കോയിഫിഷ്യൻ്റ് ഓഫ് ഐ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കിക്കേ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 4y എന്ന് കിട്ടി. അതുപോലെ കോയിഫിഷ്യൻ്റ് ഓഫ് ജെ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡോ ഫൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 4x എന്ന് കിട്ടി. എന്തുകൊണ്ടാണ് ഞാൻ കോയിഫിഷ്യൻ്റ് ഓഫ് കെ ഇക്വേറ്റ് ചെയ്യാത്തത്? ഇപ്പോഴത്തെ സൈഡ് കെ ഇല്ല, അപ്പോൾ അത് 0. ഡോ ഫൈ ബൈ ഡോ ഇസ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്താലും 5 ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ വെറുതെ അതുകൊണ്ട് ഇക്വേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഡോ ഫൈ ബൈ ഡോ എക്സിൽ നിന്ന് 4y ഫൈൻഡ് ചെയ്യാനായിട്ട് ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 5 ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 4y dx എന്ന് വരും. 4y കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റഗ്രൽ dx x ആണ്, അപ്പോൾ അത് 4xy പ്ലസ് c എന്നാണ് 5ൻ്റെ ആൻസർ അവിടെ വരുന്നത്. അതുപോലെ ഇതിനെ ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു yക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡോ ഫൈ ബൈ ഡോ വൈ എന്നുള്ളത് 5 ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 4x dy. അവിടെ 4x കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ y ആണ് പ്ലസ് കോൺസ്റ്റൻറ്റ് c. സോ 5 ഇസ് ഈക്വൽ ടു 4xy പ്ലസ് c. Therefore the scalar potential phi is equal to 4xy. രണ്ടിടത്തും വരുന്ന സാധനമാണ് 4xy. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടെ എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഇത് തന്നെയാണ് ഇവിടെയും കിടക്കുന്നത് പ്ലസ് കോൺസ്റ്റൻറ്റ് c. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറൊരു കാര്യം കൂടെ ചോദിച്ചല്ലോ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു -5 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 4xy പ്ലസ് c ഓർ -4xy പ്ലസ് c എന്ന് പറഞ്ഞാൽ എഴുതി നിർത്തിയാലും മതി. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് എസ് എ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ച ക്വസ്റ്റൻ, എന്ത് കുഞ്ഞു ക്വസ്റ്റൻ ആണെന്ന് നോക്കിക്കേ. ഇത് ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ്. നമുക്ക് ഇതേപോലെ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണെങ്കിൽ സ്കെയിലർ പൊട്ടൻഷ്യൽ ഫൈൻഡ് ചെയ്യാൻ തന്നെ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. അതും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ തന്നെയാണ്. നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാം. ഞാനിവിടെ എന്തായാലും ഫുൾ ആൻസർ ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ആ പ്രോബ്ലം ഫുൾ കാണാനൊന്നും നിൽക്കേണ്ട. ഡെൽ ക്രോസ് എഫ് 0 ആണെന്നുള്ളത് തനിയെ ചെക്ക് ചെയ്യുക, 5 കണ്ടുപിടിക്കുന്നത് തനിയെ നോക്കുക, ആൻസർ മാത്രം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നോക്കിക്കൊള്ളേ. അതും ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ട് പോകാം. ഇനി അടുത്ത 2 പ്രോബ്ലം ആയല്ലോ, ഇനി ഒരെണ്ണം
അടുത്ത് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. കാരണം എഫ് തന്നിട്ട് ഫൈ ഫൈൻഡ് ചെയ്ത പോലെ ഫൈ തന്നിട്ട് എഫ് ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ അത് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡാണെന്ന് വെരിഫൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 2 ക്വസ്റ്റ്യനും കൂടി നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചത് പറയാനുണ്ട്. അപ്പോൾ അത് പറയാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് 2-3 ക്വസ്റ്റ്യൻ പേപ്പർ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പറയാതെ പോകാൻ തോന്നുന്നില്ല. നമുക്ക് ഈ പ്രോബ്ലം കൂടെ ഒന്ന് ചെയ്യാം. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഫുൾ കാണണ്ട, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. ആൻസർ കറക്റ്റ് ആണെന്ന് മാത്രം ഒന്ന് വെരിഫൈ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം എന്താ കാണിക്കേണ്ടത്? വെക്റ്റർ എഫ് എന്ന് തന്നെ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡാണ്. ഷോ ദാറ്റ് വെക്റ്റർ എഫ് ഈസ് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്. ദാറ്റ് മീൻസ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഡെൽ ക്രോസ് എഫ് ഈസ് ഈക്വൽ ടു 0. ഹെൻസ് ഫൈൻഡ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. അത് കഴിഞ്ഞിട്ട് 5 കൂടെ ഫൈൻഡ് ചെയ്യണം. പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. നമുക്ക് ആദ്യം ഡെൽ ക്രോസ് എഫ് ഈസ് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഡെൽ ക്രോസ് എഫ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ, അടുത്ത റോയിൽ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡി സെറ്റ്, ഡോ ബൈ ഡോ ഇസെറ്റ്. ഏറ്റവും ലാസ്റ്റ് റോയിൽ എന്താ പറയുക? ഡൈയുടെ കോയിഫിഷ്യൻ കോസ് വൈ പ്ലസ് വൈ കോസ് എക്സ്. അടുത്ത ജെയുടെ കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് മൈനസ് എക്സ് സൈൻ വൈ. കെയിൻ്റെ കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു റോയും കോളും സ്കിപ്പ് ചെയ്തിട്ട് ഡോ ബൈ ഡോ വൈ ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, മൈനസ് ഓഫ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് സൈൻ എക്സ് മൈനസ് എക്സ് സൈൻ വൈ. ഞാൻ അങ്ങ് ഡയറക്റ്റായിട്ട് എഴുതിക്കോട്ടെ. ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് എന്ന് എഴുതുമ്പോഴേ ഇവിടെ ഇസെഡിൻ്റെ ഒരു ടേം പോലും ഇല്ല, പിന്നെ അതെന്തായാലും 0 ആയിരിക്കത്തില്ല. ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാനതേ ഉള്ളൂ. മൈനസ് ജെ ഇൻറ്റുവിൻ്റെ കുഞ്ഞുങ്ങൾ നോക്കിക്കൊള്ളേ. ജെ ഇൻക്ലൂഡ് ആയിട്ടുള്ള റോയും കോളും സ്കിപ്പ് ചെയ്തു. ഡോ ബൈ ഡോ എക്സ് ഓഫ് 0 ഈസ് 0, മൈനസ് ഓഫ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ്, ഇവിടെ ഇസെഡിൻ്റെ ഒരു ടേമെങ്കിലും ഉണ്ടോ? ഇല്ല, അപ്പോൾ അതും 0, പ്ലസ് കെ ഇൻറ്റു നോക്കിക്കൊള്ളേ. ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈൻ എക്സ് മൈനസ് എക്സ് സൈൻ വൈ എന്ന് പറഞ്ഞാൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്, മൈനസ് എക്സ് സൈൻ വൈയിൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു സൈൻ വൈ. ഓക്കെ, മൈനസ് ഓഫ് ഡോ ബൈ ഡോ വൈ ഓഫ് കോസ് വൈ പ്ലസ് വൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് വൈൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈയും വൈയുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് കോസ് എക്സും. ഓക്കെ, ഇവിടെ നോക്കിക്കേ, കോസ് എക്സും മൈനസ് അകത്ത് വരുമ്പോഴുള്ള കോസ് എക്സും ക്യാൻസൽ ആവും. മൈനസ് സൈൻ വൈയും മൈനസ് ഓഫ് മൈനസ് പ്ലസ് സൈൻ വൈയും ക്യാൻസൽ ആവും. അപ്പോൾ അതും എന്തായാലും 0. സോ ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി നമുക്ക്? 0. ദെയർഫോർ വെക്റ്റർ എഫ് ഈസ് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്. വെക്റ്റർ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് എന്ന് കിട്ടി. ഇറ്റ്സ് എ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്. ഇനി നോക്കിക്കോളേ, കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ ദെയർഫോർ വെക്റ്റർ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ 5 എന്ന് എഴുതാം. വെക്റ്റർ എഫ് ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? കോസ് വൈ plus y cos x into I plus sin x minus x sin y into j is equal to del phi. Del phi എന്ന് പറഞ്ഞാൽ I into dou phi by dou x plus j into dou phi by dou y plus k into dou phi by dou z. അടുത്തെന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇക്വേറ്റിംഗ് കോയിഫിഷ്യൻറ്റ് ഓഫ് ലൈക്ക് ടേംസ്. ഒന്നുപോലെയുള്ള ടേമിൻ്റെ കോയിഫിഷ്യൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ആദ്യം നമുക്ക് ഐയുടെ കോയിഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യാം, പിന്നെ ജെയുടെ, പിന്നെ കെയുടെ. അപ്പോൾ നമ്മൾ ആദ്യം കോയിഫിഷ്യൻറ്റ് ഓഫ് ഐ ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ നോക്കിക്കൊണ്ടേ, കോയിഫിഷ്യൻറ്റ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഡോ ഫൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു, ഈ സൈഡിൽ കോയിഫിഷ്യൻറ്റ് ഓഫ് ഐ എന്തുവാണ്? കോസ് വൈ പ്ലസ് വൈ സൈൻ കോസ് എക്സ്. അതുപോലെ കോയിഫിഷ്യൻറ്റ് ഓഫ് ജെ എന്ന് പറഞ്ഞാൽ ഡോ ഫൈ ബൈ ഡോ വൈ ആണ് ഒരു സൈഡിൽ. ഡോ ഫൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡ് ജെയുടെ കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് മൈനസ് എക്സ് സൈൻ വൈ. ഇനി കെയുടെ കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡ് കെ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതുകൊണ്ട് വെറുതെ നമ്മൾ എന്താ ഡോ ഫൈ ബൈ ഡോ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻസി ഇത് തന്നെ വരും. അതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല, അതങ്ങ് കളഞ്ഞു. ഇനി നമുക്ക് ഇവർ രണ്ടുപേരും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഡോ ഫൈ ബൈ ഡോ എക്സിൽ എക്സ് പോകാനായിട്ട് ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡോ ഫൈ ബൈ ഡോ എക്സ് എന്നുള്ളത് എന്തായി മാറും? 5 ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ കോസ് വൈ പ്ലസ് വൈ കോസ് എക്സ് ഡി എക്സ്. കോസ് വൈ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് വൈ കോൺസ്റ്റൻറ്റ്. കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. അപ്പോൾ വൈ സൈൻ എക്സ് പ്ലസ് സി. അപ്പോൾ 5 ഈക്വൽ ടു എക്സ് കോസ് വൈ പ്ലസ് വൈ സൈൻ എക്സ് പ്ലസ് സി എന്ന് കിട്ടി. അതേപോലെ ഇയാളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 5 ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ എക്സ് മൈനസ് എക്സ് സൈൻ വൈ ഇൻറ്റു ഡി വൈ എന്നാണ് വരുന്നത്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കിയാൽ അതുപോലെ 5 ഇസ് ഈക്വൽ ടു സൈൻ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ വൈ ഇൻറ്റു സൈൻ എക്സ് മൈനസ് ഓഫ്, കാരണം ഇൻ്റഗ്രൽ 5 ഡി വൈ എന്ന് പറഞ്ഞാൽ 5 വൈ എന്നല്ലേ നമ്മൾ എഴുതുക. അപ്പോൾ അതുപോലെ ഈ 5 പോലെയാണ് ഇവിടുത്തെ സൈൻ എക്സ്. അപ്പോൾ സൈൻ എക്സിന് അങ്ങനെ തന്നെ ഇട്ടു. ഇൻ്റഗ്രൽ ഡി വൈ എന്ന് പറയുമ്പോൾ വൈ വന്നു, ഈ 5 വൈ വന്നതുപോലെ. അപ്പോൾ വൈ സൈൻ എക്സ് മൈനസ് എക്സ് ഇൻറ്റു സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് വൈ ആണ്. ആ മൈനസും ഇതും കൂടെ ചേർന്ന് പ്ലസ് കോസ് വൈ എന്നായി പ്ലസ് സി. Therefore the potential function phi is equal to, നോക്കിക്കൊള്ളേ കുഞ്ഞുങ്ങളെ, എക്സ് കോസ് വൈ
പ്ലസ് വൈ സൈൻ എക്സിനെ ഞാൻ ആദ്യമേ എടുത്ത് എഴുതി. അടുത്ത ടേമിൽ വൈ സൈൻ എക്സ് വന്നിട്ടുണ്ട്, അത് ഓൾറെഡി ഒരിക്കൽ കൂടെ വന്നതുകൊണ്ട് അത് എഴുതണ്ട. എക്സ് കോസ് വൈ ആണ് എൻ്റെ അടുത്ത ടേം, അതും ഓൾറെഡി ഒരിക്കൽ വന്നതുകൊണ്ട് അതും നമുക്ക് വേണ്ട. പ്ലസ് സി, ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. എന്ത് എളുപ്പമാണെന്ന് നോക്കിയ പ്രൊസീജിയർ എപ്പോഴും നിങ്ങളിപ്പോൾ കണ്ടപ്പോൾ എന്തായാലും ഏത് ക്വസ്റ്റിനോട് ചേർത്തിട്ട് ഇത് ചോദിക്കുന്നുള്ളൂ. ഇറൊട്ടേഷനാണോ അല്ലെങ്കിൽ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണോ എന്ന് ചോദിച്ചിട്ട് മാത്രമേ നമ്മുടെ അടുത്ത് എന്ത് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഫൈവ് ഫൈൻഡ് ചെയ്യാൻ. അപ്പോൾ കൺസർവേറ്റീവോ ഇറൊട്ടേഷനോ ആണെങ്കിൽ മാത്രമേ നമുക്ക് എഫ് ഇക്വൽ ടു ഡെൽ ഫൈവ് എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിലേ അവിടെ നിന്ന് ഫൈവ് ഫൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എഫ് ഇക്വൽ ടു ഡെൽ ഫൈവ് എന്നുള്ള ഈ സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് സൈഡിലെയും ലൈക്ക് ടേംസ് ഇക്വേറ്റ് ചെയ്താൽ, ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞാൽ ഐയുടെയും ജിയുടെയും കെയുടെയും കോയിഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യുക. കോയിഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്തിട്ട് ആദ്യത്തെ ഡോ ഫൈവ് ബൈ ഡോ എക്സിനെ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഡോ ഫൈവ് ബൈ ഡോ എന്നെ ഒയ്ക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഡോ ഫൈവ് ബൈ ഡോ ഇസെറ്റിനെ ഇസെറ്റിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. കിട്ടുന്ന ഫൈവിനകത്ത് കോമൺ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എഴുതിയാൽ, കോമൺ ആയിട്ടുള്ള മീൻസ് റിപ്പീറ്റ് ചെയ്ത് തന്നിട്ട് നമ്മൾ എഴുതത്തില്ല, അതിനെ കളയും, ബാക്കിയുള്ള ആൾക്കാരെല്ലാം എഴുതും. അപ്പോൾ എഫ് തന്നിട്ട് ഫൈവ് ഫൈൻഡ് ചെയ്യുക എന്നുള്ള പാർട്ട് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. കുറേ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റിനും കൂടി യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നതുകൊണ്ട്, അപ്പോൾ അതും കൂടെ ഞാൻ ചെയ്ത് സമയം കളയുന്നില്ല, നിങ്ങൾക്ക് തനിയെ ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ എഴുതരാം. ഷോ ദാറ്റ് വെക്റ്റർ എഫ് ഇസ് ഈക്വൽ ടു e raised to x cos y plus yz into I plus xz minus e raised to x sin y into j plus xy plus z into k is irrotational. Hence find scalar potential function. സ്കേലാർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഇറൊട്ടേഷൻ ആണെങ്കിൽ നമ്മുടെ അടുത്ത് സ്കേലാർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കൂടെ ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് തന്നെ, ഐ മീൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചെയ്ത് നോക്കാനായിട്ട് ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു 0 തന്നെ കിട്ടും. സ്കേലാർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. നമ്മളിന്ന് ചെയ്ത എല്ലാ പ്രോബ്ലവും ഒരു പ്രാവശ്യമെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മളിതുവരെ ചെയ്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എഫ് തന്നിട്ട് നമ്മുടെ അടുത്ത് ഫൈവ് ഫൈൻഡ് ചെയ്യാൻ പറയും. എഫ് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണെങ്കിൽ ഫൈവ് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ എഫ് ഇക്വൽ ടു ഡെൽ ഫൈവ് എന്ന് ഇക്വേറ്റ് ചെയ്യും. ഇനിയുള്ള ക്വസ്റ്റ്യൻ ആയിക്കോളെ. ദ ഫംഗ്ഷൻ ഫൈവ് ഈസ് എ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫോർ ദ വെക്ടർ ഫീൽഡ് എഫ്. ഫൈൻഡ് ദ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എഫ്. എഫ് കണ്ടുപിടിക്കണം. ഈ എഫ് എന്ന് പറയുന്ന കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡിൻ്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷനാണ് ഫൈവ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ നമുക്ക് എന്താ, അങ്ങനെ ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈവ് എന്ന് എഴുതാം. എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈവ് എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ഡോ ഫൈവ് ബൈ ഡോ എക്സ്. ഡോ ഫൈവ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ പ്ലസ് വൈ ഇസെഡ് പ്ലസ് എക്സ് ഇസെഡ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ പ്ലസ് വൈ ഇസെഡ് പ്ലസ് എക്സ് ഇസെഡ് പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് എക്സ് വൈ പ്ലസ് വൈ ഇസെഡ് പ്ലസ് എക്സ് ഇസെഡ്. That is equal to I into ഡോ ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ നോക്കിക്കൊള്ളാം കുഞ്ഞുങ്ങളെ. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു വൈ പ്ലസ് വൈസിൻ്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇസെഡ്. അപ്പോൾ അത് വൈ പ്ലസ് ഇസെഡ് എന്നായി. പ്ലസ് ജെ ഇൻറ്റു നോക്കിക്കൊള്ളാം കുഞ്ഞുങ്ങളെ. വിത്ത് റെസ്പെക്ട് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, വൈൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് 1, ബാക്കിയുള്ളത് ഇസെഡ്. അടുത്ത ഫംഗ്ഷനിൽ എക്സ് ഇസെഡിൻ്റെ ഡെറിവേറ്റീവ് 0. ഓക്കെ. പ്ലസ് കെ ഇൻറ്റു അടുത്ത ആളെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ ഇസെഡ് ചെയ്യുമ്പോൾ എക്സ് വൈ കോൺസ്റ്റൻ്റ് ആയത് കാരണം അത് 0. വൈ ഇസെഡിൽ വൈ കോൺസ്റ്റൻറ്റ് ഇസെഡ് ഡെറിവേറ്റീവ് 1, എക്സ് ഇസെഡിൽ എക്സ് കോൺസ്റ്റൻറ്റ് ഇസെഡ് ഡെറിവേറ്റീവ് 1. അപ്പോൾ ഇതാണ് നമുക്ക് അതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്തുമായിരുന്നു, ഫൈവ് തന്നിട്ട് ഫൈവ് സ്കേലാർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ട് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എപ്പോഴാണ് ഒരു കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണെങ്കിൽ മാത്രമാണ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈവ് എന്ന് എഴുതാൻ പറ്റുക. അവിടെയാണ് ഫൈവ് എന്ന് പറയുന്നത് എഫിൻ്റെ സ്കേലാർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇതുപോലെ തന്നെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത് പറയുന്ന ക്വസ്റ്റ്യനെ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കൺഫേം ദാറ്റ് ഫൈവ് ഈസ് ദ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫോർ ദ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ഓൺ സം റീജിയൻ വെയർ ഫൈവും എഫും തന്നിട്ടുണ്ട്. ഫൈവും എഫും തന്നിട്ട് അവരോട് പറഞ്ഞേക്കുകയാണ് ഈ എഫിൻ്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷനാണ് ഫൈവ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈവ് ആയിരിക്കും എന്നല്ലേ. ഈ എഫ് എന്ന് പറഞ്ഞ് കിട്ടിയ ആൻസറും ഡെൽ ഫൈവ് എന്ന് പറഞ്ഞ് കിട്ടിയ ആൻസറും സെയിം ആയിരിക്കും ആണല്ലോ. ഇഫ് എഫ് ഈസ് എ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ദെൻ ഫൈവ് എന്ന് പറയുന്നത് എന്താ, പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് വെക്ടർ എഫ് ആണ്. ഫോർ വി നോ ദാറ്റ്, നമുക്കറിയാം വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈവ്. ദറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താ, ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് 2y² പ്ലസ് 3x² മൈനസ് എക്സ് വൈ റൈസ് ടു 4 പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് 2y² പ്ലസ് 3x² മൈനസ് എക്സ് വൈ റൈസ് ടു 4 പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇസെഡ് ഓഫ്
2y square plus 3x square y minus xy raised to 4 എന്ന് എഴുതി. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്നുള്ള ഫോമുല എഴുതി. ഇനി ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്ന് എഴുതുമ്പം ഫസ്റ്റ് ഫംഗ്ഷന് ഡെറിവേറ്റീവ് 0, 3x സ്ക്വയർ ഡെറിവേറ്റീവ് 2x, 2 ഇൻറ്റു 3 തന്നെ 6xy മൈനസ് xy raised to 4 ഡെറിവേറ്റീവ് മൈനസ് y raised to 4 പ്ലസ് ജെ ഇൻറ്റു നോക്കിക്കേ ഡോ ബൈ ഡോ വൈ 2y സ്ക്വയർ ഡെറിവേറ്റീവ് 2y ആണ്, 2y ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4y, 3x സ്ക്വയർ എന്ന് പറയുന്നത് പ്ലസ് 3x സ്ക്വയർ, അടുത്ത് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ y raised to 4 ഡെറിവേറ്റീവ് മൈനസ് 4xy ക്യൂബ്. അതെങ്ങനെയാണ് അവിടെ വന്നത്? y raised to 4 ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 4xy ക്യൂബാണ്. അടുത്തതിനകത്ത് നോക്കിക്കേ വിത്ത് റെസ്പെക്ട് ഇസെറ്റിന് ചെയ്യുമ്പോൾ ഒരു ടേം പോലും ഇല്ല, അപ്പോൾ അത് മൊത്തം 0. ഇനി ഇത് തന്നെയാണ് നിങ്ങളുടെ വെക്ടർ എഫ് എന്ന് നോക്കിക്കേ 6xy മൈനസ് y raised to 4 ഇൻറ്റു ഐ പ്ലസ് 4y പ്ലസ് 3x സ്ക്വയർ മൈനസ് 4xy ക്യൂബ് ഇൻറ്റു ജെ ആണല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് തന്നെ കിട്ടി? നമുക്ക് എഫ് എന്ന് തന്നെ കിട്ടിയില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈവ് എന്ന് പറയുന്ന ഡെൽ ഫൈവ് ഫൈൻഡ് ചെയ്തപ്പോൾ നമുക്ക് തിരിച്ച് എഫ് തന്നെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഹെൻസ് ഫൈ ഈസ് ദ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് എഫ് അല്ലേ? therefore hence phi is the potential function phi is the potential function of conservative vector field f. conservative vector field f ന്റെ എന്തുവാണ്? പൊട്ടൻഷ്യൽ ഫംഗ്ഷനാണ് 5 എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായി? നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഡൈവർജൻസ് കേള് അതിനെ യൂസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ പ്രോബ്ലം എല്ലാം ഞാനിവിടെ പറഞ്ഞു. എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്നുള്ള ഫോമുല യൂസ് ചെയ്ത് നമുക്ക് എഫ് തന്നിരുന്ന ഫൈൻഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു, ഫൈ തന്നിരുന്ന എഫ് ഫൈൻഡ് ചെയ്യാനും പഠിച്ചു, പിന്നെ വെരിഫൈ എന്നുള്ള രീതിയിൽ ചോദിക്കുവാണെങ്കിൽ ചെയ്യാനും നമ്മൾ പഠിച്ചു. അപ്പോൾ അതിനകത്തുള്ള എല്ലാ പ്രോബ്ലമായി. ഇനി നമുക്ക് ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് കുറച്ച് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് 2 പ്രോബ്ലം ചെയ്തു, പക്ഷേ ശരിക്കും അത് അവിടെ വേണ്ടായിരുന്നു. അത് ശരിക്കും ഇവിടെ ഇനിയാണ് അത് പറയാനുള്ളത്. അപ്പോൾ ഡെൽ ഡോട്ട് ആർ ഈക്വൽ ടു 3 ആണെന്ന്, ഡെൽ ക്രോസ് ആർ ഈക്വൽ ടു 0 ആണെന്നൊക്കെ അവിടെ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ട് ആ പ്രോബ്ലം അങ്ങ് അത് ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് അവിടെ കിടന്നുകൊണ്ട് ഞാൻ ഒന്നും ഓർക്കാണ്ട് ആ പ്രോബ്ലം അങ്ങ് ചെയ്തു പോയതാണ്. 2 ആയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇത് വേണ്ടായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു കുറച്ച് റിസൾട്ടാണ് എനിക്കിനി അടുത്ത വീഡിയോയിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ആ റിസൾട്ടും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ലൈൻ ഇൻ്റഗ്രലിലേക്ക് തുടങ്ങാം. ലൈൻ ഇൻ്റഗ്രൽ തുടങ്ങിയാൽ പിന്നെ ഒരു 2-3 ക്ലാസ് ആകുമ്പോഴേക്കും നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് തീരും. ഓക്കെ.